ഇജ്ജ് ബേജാറാവലപ്പാ. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. നമുക്ക് നാളെ തന്നെ സെറ്റാക്കാം. ആ നാളെ ചുമ്മാ ഞാണെന്നാ. ശരി നോ വറീസ്. എന്താണ് ബ്രോ? എന്താടാ വെറുതെ മനുഷ്യനെ പോസ്റ്റ് ആക്കാനായിട്ട്? വെരി ബിസി മാൻ. എന്തിട്ട് വേലയും കൂലി ഇല്ലാത്ത നിനക്ക് എന്തിട്ട് ബിസി? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. അല്ല മറ്റവനോട് ടോണി ചീഞ്ഞു വാഞ്ഞു വരുന്നുണ്ടല്ലോ മഞ്ചൻ. എന്തുട്ടാടാ? എടാ നിന്നെപ്പോലെയല്ല ഞാൻ. ഇവിടെ നാലാളറിയുന്ന നിലയും വിലയുള്ളവനാ. മനുഷ്യനെ കുറിച്ച് ഉടുക്കുവാണോടാ. എന്തുട്ടാടാ പുതിയ വള്ളി കെട്ട്? എടാ ഇന്ന് ഇവൻ കാരണം ഞാൻ ഓഫീസിൽ നാണം കെട്ടടാ, എല്ലാവരുടെ മുമ്പിൽ വെച്ച്. എന്റെ കെയർ ഓഫില് ആ ബഷീരൊക്കെ ഇടുന്ന ഇവൻ പൈസ കടം വാങ്ങി. അയാൾ ഇന്ന് ഓഫീസിൽ വന്നു നാണം കെടുത്തി. നീ അയാളുടെ പൈസ മേടിച്ചാ? അവൻ വീട്ടില്ല, അവനൊന്നും പറയൂല. എത്ര ഇന്റർവ്യൂസ് നമ്മൾ ഇവന് റെഡിയാക്കി കൊടുത്തത്. അതിൽ ഒരെണ്ണെങ്കിലും ഇവൻ ആത്മാർത്ഥമായിട്ട് അറ്റൻഡ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഇവൻ ഇന്ന് ഇറങ്ങി നടക്കേണ്ടി വരുമായിരുന്നു. എടാ ഉമ്മയുടെ രോഗത്തെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ അത് ഇച്ചിരി കൂടുതലാടാ. ഹോസ്പിറ്റൽ ചെലവൊന്നും ഇത്തേക്കൊന്നും കൂട്ടിയാൽ കൂടുന്നില്ലടാ. അതൊന്ന് വട്ടെത്തിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അയാളുടെ ഇത് കാശ് വാങ്ങിയത്. തിരിച്ചു കൊടുക്കാൻ എല്ലാം സെറ്റാക്കിയതാ. പക്ഷെ അതങ്ങ് ഒത്തില്ലടാ. എടാ ഉമ്മയ്ക്ക് അറിയില്ലല്ലോടാ. ഉമ്മയുടെ ഈ മോൻ ഒരു ഗതി പരഗതിയില്ലാതെ കൂട്ടുകാരുടെയൊക്കെ ചെലവിൽ ഇവിടെ ജീവിക്കാണ്. ആ ഭാവത്തിന് ഞാനൊന്നും അറിയിച്ചിട്ടില്ലടാ. എടാ സോറിടാ, അയാളിന്ന് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. നീ പറഞ്ഞ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തതാ. ഒന്നും അങ്ങ് ശരിയായില്ലടാ. എടാ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളോടൊരു വാക്ക്. എടാ നിനക്കൊക്കെ തരാനുള്ള കാശിന് കണക്ക് ഒരുപാടായടാ. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളോട്? എടാ പുല്ലേ, എന്ന് മുതലാണ് നമ്മുടെ ഇടയിൽ കാശിന്റെ കണക്കൊക്കെ ഉണ്ടായത്? എടാ എന്നെയും കൂട്ടറാ. അന്നൊരു ചാറ്റൽ മഴയിൽ നല്ല സുഖം ഉണ്ടായിരുന്നു. അവന്റെ പല്ലങ്ങടെ അവിടെ തെറിച്ചവിടെ പുഴയിൽ വീണത്. വന്നൊരു വെള്ളം കടവിൽ അതിലോ മിന്നും കസവാൽ അരികെ ചിരിയാലെ മാഞ്ഞു പോയൊരു പെണ്ണു.